ചുക്ക് ബസാറിലെ വഴിയമ്പലത്തിന്റെ നവീകരണം പൂർത്തിയായി. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി പബ്ലിക് ലൈബ്രറിയുടെയും പരിസ്ഥിതി സംഘടനയായ പാർട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു വഴിയമ്പലം നവീകരിച്ചത്. വഴിയമ്പലത്തിൽ ഒത്തുകൂടിയവർക്ക് സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ചരിത്രകാരന്മാരും ജനപ്രതിനിധികളും ചേർന്ന് മോരും വെള്ളം വിതരണം ചെയ്തു. വഴിയമ്പലത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വിവിധ കലാപരിപാടികളും നടന്നു. പല വ്യക്തികളും ഇവിടെ ഇരിക്കുന്നതും ഈ വഴിയമ്പലത്തിൻ്റെ തിണ്ണയിലിരുന്ന് കുശലം പറയുന്നതും ഒക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ധാരാളം കണ്ടിട്ടുള്ളതാണ്. തലച്ചുമട് ഇറക്കി വിശ്രമിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് ചക്കനാത്ത് പണം കെട്ടിത്തറവാട്ടുകാർ നിർമ്മിച്ചതായിരുന്നു ആൽമരത്തോട് ചേർന്ന് നിർമ്മിച്ച വഴിയമ്പലം. ഒറ്റമുറിയുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര കേടുവന്നതിനാൽ ഓടുകൾ വീണ് പോയിരുന്നു. ഓടുകൾ മാറ്റിമേയുകയും കേടുവന്ന മേൽക്കൂര പഴമ നഷ്ടപ്പെടാതെ പുനർനിർമ്മിച്ച് മിനുക്കുപണികൾ ചെയ്തതോടെ പഴയ പ്രതാപത്തിലാണ് എല്ലാവരും ഒത്തുകൂടിയത്. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, ചരിത്രകാരനായ സൈമൺ വേലുക്കാരൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ്, പാവർട്ടി പഞ്ചായത്ത് അംഗം സുബ്രഹ്മണ്യൻ, സാംസ്കാരിക പ്രവർത്തകരായ ജെയ്സൺ ഗുരുവായൂർ, സിദ്ദിഖ് കൈതമുക്ക്, KS രാമൻ, CP വത്സല, AL കുര്യാക്കു ജോസൻ, CP ജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദേവസൂര്യ സെക്രട്ടറി ഗ്രീഷ്മ സുനിൽ, റെജി വിളക്കാട്ടുപാടം, സ്റ്റിനോ അറക്കൽ, ശ്രീരാഗ് കരിപ്പോട്ടിൽ, പാർട്ടി ഡയറക്ടർ റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.